നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ശബരിമലയ്ക്ക് പോയ ഞങ്ങളുടെ യാത്രയെ കുറിച്ച് പറയാം. വീടിനടുത്തുള്ള പരക്കാട് ശ്രീ അയ്യപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കെട്ടുനിറ നടന്നത്. രാത്രിയിലെ ക്ഷേത്രക്കുളത്തിലെ മുങ്ങിക്കുളിക്ക് ശേഷം 12 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചോറ്റാനിക്കര ഭഗവതിയെയും മള്ളിയൂർ ഗണപതിയെയും തൊഴുത ശേഷം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഞങ്ങൾക്ക് ദർശനം നടത്താൻ സാധിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്ന കന്നിസ്വാമിമാര് ഇവിടെ നിന്ന് എരുമേലി ക്ഷേത്രം വരെ പേട്ട തുള്ളുന്ന ഒരു ചടങ്ങുണ്ട്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഞങ്ങളും പേട്ട തുള്ളാൻ ആരംഭിച്ചു. ആവേശം മൂത്ത കന്നിസ്വാമിമാര് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാൻസ് മൂവുകൾ പുറത്തെടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ എരുമേലി ക്ഷേത്രത്തിലേക്ക് എത്തി. ഭക്തർക്ക് കുളിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ മിനി പമ്പ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പേട്ട തുള്ളൽ കൊണ്ട് പ്രശസ്തമാണെങ്കിലും ഇവിടുത്തെ ക്ഷേത്രങ്ങൾ വളരെ ചെറുതും ലളിതവുമാണ്. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര KSRTC ബസ്സിലായിരുന്നു. നിലയ്ക്കലും കാനനപാതകളും പിന്നിട്ട് ഉച്ചയോടുകൂടി ഞങ്ങൾ പമ്പയിലേക്ക് എത്തി. പുണ്യ പമ്പയിലെ കണ്ണാടി പോലുള്ള വെള്ളത്തിൽ വിശാലമായിട്ടുള്ള ഒരു കുളി കുളിച്ച് ശരീരശുദ്ധി വരുത്തി. ഇവിടെ പിതൃക്കൾക്ക് ബലി അർപ്പിച്ച ശേഷം പമ്പയിലെ അന്നദാനത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ശബരി സന്നിധിയിലേക്ക് യാത്രയായി. നീലിമലയും കരിമലയും കടക്കുന്നത് പ്രതീക്ഷിച്ചതിലും അല്പം കഠിനായിരുന്നു. കന്നിസ്വാമി ആയതിനാല് ശരം കുത്തിയിൽ ശരം സമർപ്പിച്ച് നാളികേരവും അടച്ച് സന്നിധാനത്തേക്കുള്ള യാത്ര തുടർന്നു. തിരക്കൊഴിഞ്ഞ സന്നിധാനത്ത് 3 തവണ ദർശനം നടത്താനും ഹരിവരാസനം ചൊല്ലി നടയടക്കുന്നത് കാണാനും സാധിച്ചു. ദിവസങ്ങൾ നീണ്ട വ്രതത്തിന്റെയും കഠിനമായ യാത്രയുടെയും അവസാനം ദീപജ്വാലകളിൽ സ്വർണം പോലെ തിളങ്ങുന്ന സന്നിധാനത്തെ കാഴ്ചകൾ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു നൽകിയത്. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഞങ്ങൾ മലയിറങ്ങാൻ ആരംഭിച്ചു. സന്ധ്യയോടുകൂടി നാട്ടിലെ അമ്പലത്തിലേക്ക് എത്തി കുളത്തിൽ മുങ്ങി വീണ്ടും ശരീരശുദ്ധി വരുത്തി. ക്ഷേത്ര നടയിൽ തേങ്ങ ഉടച്ച് ക്ഷേത്രത്തെ വലം വെച്ച് ആദ്യത്തെ കന്നിയാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു.